സോമരാജൻ സാറ് കഴിഞ്ഞ ദിവസം യൂസഫ് അലി സാറുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. യൂസഫ് അലി സാറ് എല്ലാ വർഷവും കൊടുക്കാറുള്ള 1 കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു. പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞത്, ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത്. അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സോമരാജൻ സാറിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. കാരണം അദ്ദേഹം കടബാധിതനായിട്ടാണ് അദ്ദേഹം ഓരോ ദിവസം കിടന്നുറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കടബാധ്യത നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാറ് എപ്പോഴും പരിശ്രമിച്ചത്. ഗാന്ധി ഭവൻ്റെ പ്രിയപ്പെട്ട സോമരാജൻ സാറ് യൂസഫ് അലി സാറിനെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധി ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളുടെ ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധി ഭവനുണ്ട് ഇപ്പോൾ. അപ്പോൾ യൂസഫ് അലി സാർ പ്രത്യേകം പറഞ്ഞുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണത്തിന് വേണ്ടി തരുന്ന പൈസ അത് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ സ്ഥാപകനായ സോമരാജൻ സാറോട് ഞങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ഭക്ഷണം നല്ല സൗകര്യത്തിൽ കൊടുത്തു, നല്ല പോലെ കൊടുത്തു. പക്ഷെ അതിൽ നിന്നൊക്കെ മിച്ചം വെച്ച് 4.5 ഏക്കറോളം സ്ഥലം അദ്ദേഹം ഗാന്ധി ഭവൻ്റെ വികസനത്തിനായിട്ട് വാങ്ങി. അവിടെയാണ് പുതിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. നോമ്പനുഷ്ഠാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും സാറിൻ്റെ സഹായം എത്തുന്നു. എന്നാൽ ഈ തവണ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. അതായത് സാറ് തരുന്ന തുക ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ അത് ആഹാരം ഒന്നും മുടങ്ങിയിട്ടില്ല, എല്ലാം നല്ല സമൃദ്ധമായി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ പൈസ വസ്തു വാങ്ങുന്നതിനൊക്കെ വേണ്ടി വിനിയോഗിച്ചപ്പോൾ അത്രയും തുക നമുക്ക് സാധനങ്ങൾ തരുന്ന കടകളിൽ മരുന്നുകളും പലചരക്കും അതുപോലുള്ള സാധനങ്ങളെല്ലാം തരുന്ന സ്ഥാപനങ്ങളിലൊക്കെ കടബാധ്യതയായി. സാറിന് ഞാനത് സൂചിപ്പിച്ചു അറിയിച്ചപ്പോൾ സാറ് ഇന്ന് ഈ തുക കൊടുത്തയക്കുകയും ഇനി ഭക്ഷണത്തിനും ചികിത്സയ്ക്കും നൽകുന്ന പൈസ കടബാധ്യതയൊന്നും വരുത്താതെ തന്നെ അത് സമൃദ്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അത് ഗാന്ധി ഭവൻ സാറിന് ഉറപ്പ് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ ആവശ്യത്തിനുള്ള ഇവിടെ തന്നെ ഒരു 6.5 ഏക്കറോളം വസ്തു ആയിട്ടുണ്ട്. ഇനി നമുക്ക് വസ്തുക്കളെ അല്ല ആവശ്യം, സമൃദ്ധമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. ഇനി കൂടുതൽ സമൃദ്ധമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ ഇതെല്ലാം നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും ശരി, ദൈവം നേരിട്ടിറങ്ങി വന്ന ഒരനുഭവമാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ അടിമയാണെന്നാണ് യൂസഫ് അലി സാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്, ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അഗതികളുടെ പ്രയാസങ്ങൾ കൂടി ഓർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം ഇത്രയധികം കരുതുന്നത്. ഇത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധി ഭവന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്.